ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ തണ്ണിമത്തൻ്റെ സീഡ്സ് എങ്ങനെ കളഞ്ഞെടുക്കാം നോക്കാം. നമുക്ക് ഈ തണ്ണിമത്തൻ ജ്യൂസൊക്കെ അടിക്കുമ്പോഴേ കുരു കളഞ്ഞെടുക്കുന്നത് ഒരു വലിയ മടിയുള്ള കാര്യമാണ് അല്ലേ. അപ്പം അത് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒരു പീസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ഒന്ന് ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് ഒന്ന് നുറുക്കിയെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്ത് പോരും കേട്ടോ. കണ്ടോ, ഈ ഒരു ഭംഗിയായിട്ട് തന്നെ നമുക്ക് കഴിക്കാനായിട്ടാണെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ക്യൂബ് സൈസിലുള്ള പീസസ് നമുക്ക് കിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാനാണെങ്കിൽ സീഡ് നമുക്ക് ഇതിൽ നിന്ന് കളഞ്ഞെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ സൈസസ് ആക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ പീസ് കൊടുക്കാം. എന്നിട്ട് ആ കുരുവിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, ഒരു ബ്ലാക്ക് കളറ്, അവിടെ നോക്കിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒടിച്ചു കൊടുത്താൽ മതി. ഒടിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതേ ഇതുപോലെ നമുക്ക് നല്ല എളുപ്പത്തിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടും. അല്ലാതെ നമ്മൾ ഇതുപോലെയുള്ള സ്ലൈസസ് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കത്തി എടുത്ത് ഇങ്ങനെ കുത്തി കുത്തി ഒന്ന് എടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെയും അതിൽ ഉള്ളിലൊക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആ ഷെയ്ഡ് കാണുന്ന ആ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അത് വിട്ടുപോരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആ പീസുകൾ എളുപ്പത്തിൽ നമുക്ക് കുരു എടുത്ത് മാറ്റാനും സാധിക്കും. അപ്പോൾ ഇത് ജ്യൂസ് അടിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ടിപ്പ് എന്ന് പറയണത്. നമുക്ക് എളുപ്പത്തിൽ വേണ്ട എല്ലാ കുരുവും തന്നെ പോയി കിട്ടും, ഒരു കുരു പോലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പീസസ് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിയെടുക്കുമ്പോൾ ഒരുപാട് പീസസ് അതിൻ്റെ ഉള്ളിൽ സീഡ്സ് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നി. എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ ഷെയ്ഡ് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി അവിടെ ഒരു കുരു ഉണ്ടെങ്കിൽ. ഇത് ഈ പീസും കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇത് കണ്ടോ, ഇതുപോലെയുള്ള ഷെയ്ഡ്, ആ കുരുവിൻ്റെ ആ ഷെയ്ഡ് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതേ ഈ സീഡൊക്കെ അങ്ങോട്ട് എളുപ്പത്തിൽ കണ്ട എല്ലാ സീഡും ആ പീസിൽ നിന്ന് പോയില്ലേന്ന് നോക്കിയേ. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സീഡുകളെല്ലാം കളഞ്ഞെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഒരു വലിയ മടിയാണ് ഈ ജ്യൂസ് അടിക്കുന്ന കാര്യം അല്ലേ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു തണ്ണിമത്തൻ ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ ബാക്കിയിരിക്കുന്ന പീസും ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇതുപോലെ തന്നെ സീഡ് വളരെ എളുപ്പത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള പരിപാടി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കരുത് കേട്ടോ. തണ്ണിമത്തൻ ജ്യൂസ് അടിക്കുമ്പോൾ ഒട്ടും വെള്ളം നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ തണ്ണിമത്തന് ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ സീഡൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തണ്ണിമത്തന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ തണ്ണിമത്തൻ ജ്യൂസിൽ. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം മിക്സിയുടെ ജാറിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു സ്ട്രോ വെച്ച് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ സീഡ് കളഞ്ഞ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ചൂടുകാലത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.